ഇതാണ് ട്ടോ ഞങ്ങളുടെ സ്വന്തം പെരുവാരം മഹാദേവ ക്ഷേത്രം. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമായതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലെല്ലാം പോയി തൊഴുന്ന ഒരു ക്ഷേത്രമാണ് പെരുവാരം മഹാദേവ ക്ഷേത്രം. നോർത്ത് പറവൂരാണ് നമ്മുടെ പെരുവാരം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് നട വഴിയാണ് ഞാനിപ്പോൾ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കടക്കുന്നത്. പടിഞ്ഞാറ് നടക്ക് പാർവതിയും കിഴക്കേ നടക്ക് ശിവഭഗവാനുമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രതിഷ്ഠ. ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങി യക്ഷിയമ്മയും കൂടി തൊഴുത് കഴിഞ്ഞ് വടക്കേ നട കൂടിയാണ് ഞാൻ കിഴക്കേ നടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ കലാപരിപാടികൾ നടക്കുന്ന വേദി സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരി വലിയ വലിയ കലാകാരന്മാർ വന്ന് പെർഫോം ചെയ്തിട്ടുള്ള വലിയൊരു വേദിയാണ് കേട്ടോ ഇത്. എന്റെ ചെറുപ്പത്തിൽ ഞാനും ഇവിടെ തന്നെ പാടിയിട്ടാണ് എന്റെ കരിയറും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ എല്ലാ കാര്യത്തിനും പെരുവാരത്തപ്പം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതാണ് കിഴക്കേ നട. ഇവിടെയാണ് നമ്മുടെ ഉത്സവത്തിന്റെ കലാശക്കൊട്ട് വരുന്നത്. അത് പെരുവാരത്ത് വന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്റെ ഫ്രണ്ട്സും കൂടെ ഉത്സവത്തിന് ആർമാദിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കിഴക്കേ നട. കിഴക്കേ നടയിൽ നിന്നും തെക്കേ നടയിലേക്ക് വരുമ്പോഴാണ് അവിടെ ശാസ്താവിന്റെ ഒരു പ്രതിഷ്ഠയുള്ളത്. നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ കെട്ട് നിറയ്ക്കുന്നത് ഈ ശാസ്താവിന്റെ നടയിൽ നിന്നാണ്. വലം വെച്ച് ഞാൻ വീണ്ടും പടിഞ്ഞാറ് നടയിലെത്തി. ഇതാണ് കേട്ടോ നമ്മുടെ പെരുവാരം ക്ഷേത്രത്തിന്റെ സൗന്ദര്യം. കിഴക്കേ നടയിലും പടിഞ്ഞാറ് നടയിലുമായിട്ട് രണ്ട് ക്ഷേത്രക്കുളങ്ങളാണ് പെരുവാരം ക്ഷേത്രത്തിനുള്ളത്. ഇതാണ് പടിഞ്ഞാറ് നടയിലെ ക്ഷേത്രക്കുളം. പെരുവാരത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുവാരത്ത് വന്നു കഴിഞ്ഞാൽ ശിവനും പാർവതിയും മാത്രമല്ല, നമ്മുടെ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവരും കണ്ട് തൊഴുതിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പെരുവാരം. പെരുവാരം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിൽ പെരുവാരം ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ശ്രീരാമ ഭഗവാനും ആഞ്ജനേയ ഭഗവാനും ഒരുമിച്ച് പ്രതിഷ്ഠയായിട്ടുള്ള ശ്രീരാമ ആഞ്ജനേയ ക്ഷേത്രം കൂടി പെരുവാരം അമ്പലത്തിന്റെ പടിഞ്ഞാറ് നടയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ശ്രീരാമ ആഞ്ജനേയ ക്ഷേത്രം. കാര്യസിദ്ധിക്ക് വേണ്ടി ഒത്തിരി പൂജകൾ നടക്കുന്ന ക്ഷേത്രമാണ് പെരുവാരത്തെ ശ്രീരാമ ആഞ്ജനേയ ക്ഷേത്രം. പെരുവാരം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിൽ തന്നെയാണ് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും വേട്ടയ്ക്കൊരുമ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. പെരുവാരത്ത് തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഒരു പോക്ക് അത് എനിക്ക് നിർബന്ധം. പെരുവാരം ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ഉള്ളൂ വടക്കം പറവൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. നവരാത്രി മഹോത്സവം നടക്കുന്നത് കാരണം മൂകാംബിക ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്. വിദ്യാരംഭ ദിവസം നമുക്ക് ക്ഷേത്രത്തിലേക്ക് അടുക്കാനേ പറ്റില്ല കേട്ടോ. ഈ ക്ഷേത്രം ഒരു കുളത്തിന് നടുക്കാണ് സ്ഥിതി ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ അതാണ് സത്യം. ഈ ഗണപതി കോവിലിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്ത് ശുഭകാര്യത്തിന് പോയാലും ഇവിടെ ഒരു നാളികേരം ഉടച്ചു പോയി കഴിഞ്ഞാൽ ആ പോകുന്ന കാര്യം നടക്കും എന്നാണ് ഒരു വിശ്വാസം. എന്റെ കാര്യത്തിൽ ഒരു 90% കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അങ്ങനെ മൂകാംബികയിലും തൊഴുത് ഞാൻ നേരെ വീട്ടിലേക്ക്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ പോരെ. സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ രാഹുൽ മോഹൻ.